വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് സോയാ ചങ്ക്സ് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഒരു കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ സോയാ ചങ്ക്സ് ഇടണം. പിന്നെ കുറച്ച് ഉപ്പിടാം. അപ്പോൾ നന്നായി വേവണം. അത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഒന്ന് പിഴിഞ്ഞ് കളയണം. അതിൽ വെള്ളം പിടിക്കും. അപ്പോൾ അത് പിഴിഞ്ഞിട്ട് വേണം നമുക്കത് എടുക്കാനായിട്ട്. അപ്പോൾ അത് വേവട്ടെ. അപ്പോൾ നമ്മൾ വെച്ച സോയാ ചങ്ക്സ് നന്നായി വെന്തു. പിന്നെ അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി ഇടാം, നന്നായി കൂട്ടാം. ഉപ്പ് പിന്നെ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് ഫ്രൈ ആക്കണം നമ്മൾ. അപ്പോൾ നമുക്ക് ഫ്രൈ ആക്കാനായിട്ട് പോവാം. അപ്പോൾ ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ വീത്തിൻ്റെ നമുക്കിത് ഫ്രൈ ആക്കാനായിട്ട്. വെളിച്ചെണ്ണ തിളച്ചു. അപ്പോൾ ഞാൻ ഇതിടണം. അധികം ഫ്രൈ ആവണ്ട, ചെറുതായിട്ട് ആയാൽ മതി. വേപ്പിൻ്റെ ഇല ഇതിലിടണം. അപ്പം ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആവട്ടെ. നമ്മൾ വെച്ച സോയാ ചങ്ക്സ് നേരിയതായിട്ട് ഫ്രൈ ആയി. ഞാനൊരു പാത്രത്തിലെടുക്കട്ടെ. നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സബോള ചെറുതായി അരിഞ്ഞുണ്ട്, അതിടാം. നമ്മളിപ്പോൾ സോയാ ചങ്ക്സ് ഫ്രൈ ആക്കി വെളിച്ചെണ്ണയിൽ ഇതിട്ടത് കേട്ടോ. കുറച്ചും കൂടി വെളിച്ചെണ്ണ വേണ്ടി വരും. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇതൊന്ന് ഫ്രൈ ആവട്ടെ. നമ്മൾ വെച്ച സബോള നേരിയതായിട്ട് ഫ്രൈ ആയി ഒടുങ്ങി. അതിൽ കുറച്ച് ഉപ്പിടാം. ഇപ്പോൾ സോയാ ചങ്ക്സ് വേവിച്ചപ്പോൾ ഞാൻ ഉപ്പിട്ടുണ്ട്. എന്നാലും സബോളയിൽ കുറച്ച് ഉപ്പിടണം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. പിന്നെ ടൊമാറ്റോ സോസ് ഒരു 2 സ്പൂൺ ഇട്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടോളൂ കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞ പോലെയാവും. ഇത് സോയാ സോസ് ഒരു 1/2 സ്പൂൺ. നമ്മൾ വേവിച്ച് വെച്ച സോയാ ചങ്ക്സ് ഇതിലിടാം. അപ്പോൾ ഇതിലൊന്ന് കിടന്ന് മിക്സ് ആയോട്ടെ. ഒരു 5 മിനിറ്റ് ഇതിലിടാം. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് റെഡിയായി.
പിന്നെ അതൊരു പാത്രത്തിൽ ഞാൻ എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള കറി തയ്യാറായി. ഇത് നമുക്ക് 4 മണി പലഹാരമായിട്ടും അതുപോലെ ചോറിനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ സോയ ചങ്ക്സ് വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.